ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൂവി എന്ന് പറഞ്ഞ പോലെ. കാരണം ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളാണ്. യുവാക്കളുടെ ഒരു എന്താ പറയുക, ഒരു അസ്ഥിരത, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള കൂടുതൽ പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മൂവിയാണ്. കുടുംബക്കാരോടുള്ളൊരു ആത്മബന്ധം അതൊക്കെ കാണിക്കുന്ന ഒരു മൂവി. ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഞാൻ അതിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മൂവിയുടെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കാണാം. താങ്ക് യു സോ മച്ച്. നേരത്തെ ഉണ്ടായിരുന്നില്ല, പുതിയതാണ്. കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളിൽ മടുപ്പ് വരും. മടുത്തിട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം തന്നെയാണ്, നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഒരു ആർട്ടിസ്റ്റ് പേരറിയില്ല, അതിട്ട് നന്നായിട്ട് ചെയ്തു. നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെയും മോൻ്റെയും ആ ഒരു ബോണ്ട് നല്ല പടമാണ്, എല്ലാവരും കാണണം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതായത് എല്ലാവരും എന്തിനാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്കിവിടെ പൊന്നു വിളയിക്കാൻ പറ്റും. അതാരും മനസ്സിലാക്കാതെ കയ്യിലിരിക്കുന്ന രത്നത്തിനെ കാണാതെ തിരിച്ചറിയാതെ അതിലും വില കുറഞ്ഞ എന്തിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നത്. അപ്പം അത് തിരിച്ചറിയട്ടെ, ഈ സിനിമ വരുന്നതിലൂടെ എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഫാമിലി മൂവിയാണ്, എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ കാണണം. മെയിൻലി ഇപ്പോൾ ഗ്രാജുവേഷനൊക്കെ ആയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ മസ്റ്റായിട്ടും കാണണം. നമ്മളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. ഒരു വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല മെയിൻ കോർ സബ്ജക്ട്. പക്ഷെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കും. എൻ്റെ പേര് അഖില. അല്ലല്ല, ആദ്യത്തെ മൂവിയല്ല. ഞാൻ മായാവനം 19ാം നൂറ്റാണ്ട് സിഗ്നേച്ചർ എന്നുള്ള മൂവി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് മൂവി വേറെ ഗർഭിണിയാണ്. സുരേഷിൻ്റെ അക്ക എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ. എനിക്കാണിപ്പം വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ. ഈ പടമാണ് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല പടമാണ്. ജെനുവിനായിട്ട് പറയുകയാണ്. എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ആ ഒരു ഫീൽ ഗുഡ്നെസ് ഉറപ്പായിട്ടും കിട്ടും. എല്ലാവരും കാണണം, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി ആയിരിക്കും. അങ്ങനെ നിരാശപ്പെടുത്തില്ല എന്തായാലും. അതെ, കൊച്ചു.